മേപ്പാടി കള്ളാടി ആനക്കാമ്പൊയിൽ സ്വർഗം കുന്നിലേക്കുള്ളൊരു യാത്ര. നമ്മുടെ സ്വപ്ന പദ്ധതിയായ മേപ്പാടി കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപ്പാതയുടെ പാറ പൊട്ടിക്കുന്ന ദിവസം ആയ ഇന്ന് മേപ്പാടിയിൽ നിന്നും ആനക്കാമ്പൊയിലേക്ക് ഞങ്ങളൊരു യാത്ര നടത്തിയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളങ്ങനെ ചുണ്ടയിൽ പിന്നിട്ടു. ചുണ്ടയിൽ നിന്നും ഞങ്ങൾ അങ്ങ് ദേശീയപാതയിലൂടെ പുറപ്പെട്ട് ഞങ്ങളങ്ങ് വയനാടൻ ചുരത്തിലെത്തി. വയനാടൻ ചുരത്തിൽ നിന്നും അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര അങ്ങ് ആനക്കാമ്പൊയിലിനെ ലക്ഷ്യമാക്കിയും കൊണ്ട് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് 10 മണിക്കാണ് ഞങ്ങൾ മേപ്പാടിയിൽ നിന്നും പുറപ്പെട്ടത്. ഇന്ന് പൊതുവെ ഒരു ഒഴിവു ദിവസം പോലെ ആയിരുന്നു വയനാടൻ ചുരം. അങ്ങനെ 9ാം വളവും പിന്നിട്ട് ചുരത്തിലൂടെ അതിമനോഹരമായ യാത്ര ആസ്വദിച്ചു കൊണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആനക്കാമ്പൊയിലിലേക്ക്. നമുക്കറിയാം, നമ്മുടെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പൊയിൽ എത്താൻ നേരത്ത് ഈ തുഷാരഗിരിയുടെ അടുത്ത് കാണുന്ന അതിമനോഹരമായൊരു തുഷാരഗിരി പാലമാണ് ഇത്. വളരെ ഭംഗിയാർന്ന പാലം. ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി വരുന്ന സ്ഥലമാണെങ്കിലും ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. മറിപ്പുഴ മുത്തപ്പുഴയിലെത്തിയ ഉടനെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അങ്ങോട്ട് കടന്നു വരികയുണ്ടായി. ആ ഭാഗത്ത് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പന്തലും സ്ക്രീനും ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം പിന്നീട് അങ്ങ് മറിപ്പുഴ സ്വർഗംകുന്നിലേക്ക് പോയി. കാത്തിരിപ്പിനൊടുവിൽ ആ സ്ഫോടനം, ആ ഒരു സന്തോഷകരമായ മുഹൂർത്തം ഞങ്ങൾ വലിയ സ്ക്രീനിലൂടെ കണ്ടു. ആ കാണുന്ന ആ പൊട്ടിയ ആ രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളത് ആനക്കാമ്പൊയിൽ ഭാഗത്താണ്. നമ്മുടെ സ്വപ്ന പദ്ധതിയായ മേപ്പാടി ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപ്പാതയുടെ ആദ്യ പാറ തുരക്കൽ അത് ഇന്ന് ഇവിടെ മറിപ്പുഴയിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് കേവലം വയനാട് ജില്ലയെയും അതുപോലെ കോഴിക്കോട് ജില്ലയും ബന്ധിപ്പിക്കുന്ന വെറും 8 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കമല്ല. നമുക്കറിയാം, ഇത് കൊച്ചി അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഈ 2 വൻ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ ഒരു അതിവേഗ ഇടനാഴി, ചരക്ക് ഇടനാഴിയും യാത്രാ ഇടനാഴിയൊക്കെ ആയിട്ട് മാറാവുന്ന വളരെ സുപ്രധാനമായ തുരങ്കമാണ് ഇന്നിവിടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ബ്ലാസ്റ്റിംഗ് പാറ പൊട്ടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ഈ ഒരു തുരങ്കപ്പാത എന്തായാലും വയനാട്ടുകാരുടെ യാത്രാ പ്രശ്നത്തിനും മറ്റു സമഗ്രമായ വികസനത്തിനൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഈ ഒരു പദ്ധതി എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.